Hi, hello everyone. Assalamu alaikum. Welcome to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് കോളേജിൽ ആദ്യമായിട്ട് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് പോവാണ്. മീൻസ് ഇത്രയും ദിവസം കളർ ഡ്രസ് ആയിരുന്നു കേട്ടോ. 2-3 വീക്സ് ആയി കോളേജ് ഓപ്പൺ ആയിട്ട്. എന്നിട്ട് ഇത്രയും ദിവസം യൂണിഫോം അല്ലാതെ കളർ ഡ്രസ് ആയിരുന്നു. ഇന്നപ്പോൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ചെല്ലാണ്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഓൺ വോയിസിൽ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നത്. സൗണ്ട് കുറച്ച് റഫായിട്ടൊക്കെ ഇരിക്കുകയാണ്. സൗണ്ട് ഒന്നും ഉണർന്നിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഒരുങ്ങാം. വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് എന്ന് പറയത്തില്ല, വളരെ സിമ്പിളായിട്ടൊന്ന് ഒരുങ്ങണം. എനിക്ക് ഇന്ന സമയത്തിന് ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങണം. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഇതാട്ടോ യൂണിഫോം. ഞാൻ ഫുള്ളായിട്ട് എന്തായാലും ലാസ്റ്റ് കാണിക്കാം. എന്തായാലും തൽക്കാലം ജസ്റ്റ് എനിക്ക് ഇന്നലെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയതേ ഉള്ളൂ. കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. താഴോട്ട് ഫുള്ള് കാണിക്കാം. അപ്പോൾ ഗൈസ്, യൂണിഫോമിൻ്റെ കളർ വന്നിട്ട് ഈ ഒരു കളറാട്ടോ. ലാസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ട് എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ എന്തായാലും നിങ്ങൾ പറയണം. ചേരുന്നില്ല എന്ന് പറഞ്ഞാലും എനിക്ക് ഇതിട്ടേ പറ്റൂ. ഇതാണ് എൻ്റെ യൂണിഫോം. എന്നാലും നിങ്ങൾ ചേരുന്നുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരുങ്ങാൻ പോവാണ്. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇടാൻ പോവാട്ടോ. അപ്പോൾ എന്തായാലും മേക്കപ്പിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ അത്രയും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കൈയൊക്കെ വന്നിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ലപോലെ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏത് പ്രോഡക്റ്റാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ കയ്യിലെ ഹെയർസൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോവാണ്. ഷേവ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ വാക്സിങ് താല്പര്യമില്ലാത്തവരും കാണും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഹെയർ റിമൂവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ന്യൂഡിൻ്റെ ആൻറ്റി ടാനിങ് ഹെയർ റിമൂവൽ ക്രീമാണ്. ഇപ്പോൾ ഞാൻ കാണിച്ച പാക്കേജിൽ ഇതുപോലെ 2 ക്രീമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അത് അപ്ലൈ ചെയ്യാനുള്ളൊരു ടൂളും വരുന്നുണ്ട്. ഇതപ്പോൾ യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ എന്തായാലും ക്രീം എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ നമുക്കൊരു ടൂളും വരുന്നുണ്ട്. അത് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓൾറെഡി ഞാൻ എൻ്റെ ഒരു കയ്യിൽ അപ്ലൈ ചെയ്ത് ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കയ്യിൽ നമ്മളൊരു 5 മിനിറ്റ്സ് എന്തായാലും ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം. അതുമാത്രമല്ല, നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ സ്കിൻ ഡാർക്കനിങ് ആവത്തില്ല, ഒരു ബേൺസോ അതുപോലെ തന്നെ ഹാഷ് സ്മെല്ലിങ്ങോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ആ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേവ് പോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ക്രീമിൻ്റെ കൂടെ തന്നെ ഹെയർസ് എല്ലാം മുന്നോട്ട് വരും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചു കൊടുത്തിട്ട് കൈ ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. അത്രയും ഹെയർസ് ആ ടിഷ്യൂവിൽ ഇങ്ങനെ മാറിപ്പൊക്കോളും. ഷേവ് ചെയ്യുമ്പോൾ ബ്ലേഡ് അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്താൽ മതി. യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കാം. വേണമെന്നുള്ളവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ മോയ്സ്ചറൈസറും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സൺസ്ക്രീൻ ഇടുന്നത്. അപ്പോൾ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു സൺസ്ക്രീൻ തന്നെ എന്തായാലും ഇടുന്നുണ്ട്. സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഐബ്രോസും അതുപോലെ തന്നെ ഹെയർ എനിക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതൊക്കെ ഒന്ന് ചെയ്ത് മാറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യാം. ഇന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഹെയർ എന്ന് പറയുന്നത് എന്തുവാ ഇത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ സ്ഥിരം എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇങ്ങനൊരു ഹെയർ സ്റ്റൈൽ ഉണ്ട്. അത് കുറേ പേര് വീഡിയോ ആയിട്ട് ചോദിച്ചിട്ടുമുണ്ട്. കുറച്ച് പേര് പറഞ്ഞു ചേരണില്ല, കുറച്ച് പേര് പറഞ്ഞു ചേരുന്നുണ്ട്. പലർക്കും പല ഇതാണല്ലോ. എന്തായാലും എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതായതുകൊണ്ട് ഞാൻ അത് ചെയ്യാം കേട്ടോ. പിന്നെ കുറേ പേർക്ക് യൂണിഫോം ഇടുന്നതിനോട് താല്പര്യം ഇല്ലാത്തവരുണ്ട്. കോളേജൊക്കെ ആയാലും എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നതാ, ഈ കോളേജിൽ എന്തിനാ പോയത്, ഇവിടെ യൂണിഫോം ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. കുറച്ച് പേർക്കൊന്നും യൂണിഫോം ഇഷ്ടമല്ല. കോളേജിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞ് യൂണിഫോം ഇടണമെന്നേ ഇല്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്കെന്നും കളർ ഡ്രസ്സ് തപ്പിയെടുത്ത് അതിനെ പറ്റി ഷോള് പാൻറ് ഇതൊക്കെ തപ്പിയെടുത്ത് പോകുന്നത് പോലെ ദേഷ്യം വേറെ ഒന്നുമില്ല. എനിക്ക് യൂണിഫോമാണ് ഗൈസ് ഇഷ്ടം. അതാകുമ്പോൾ പെർമനൻ്റ് ആയിട്ട് നമുക്ക് എന്നും ഇടാം. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹത്തിന് കളർ ഇടണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ബുധനാഴ്ച കളർ ഇടാൻ പറ്റും. അപ്പോൾ അത് മതിയല്ലോ. നമുക്ക് ആഴ്ച ഒരു ദിവസമെങ്കിലും കളർ ഇടാൻ പറ്റുന്നുണ്ട്. ബാക്കി എല്ലാ ദിവസവും ഈ യൂണിഫോം ആയിരിക്കും.
അത് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയതും കൂടെ കൊണ്ടാട്ടോ ഞാൻ ഈ ഒരു കോളേജ് സെലക്ട് ചെയ്തത്. കാരണം എനിക്ക് യൂണിഫോം മതി. അപ്പോൾ ഇതുപോലെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഒന്ന് തിരിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു പഫ് പോലെ വരും. ഇത് എല്ലാവർക്കും ചേരണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ചേരുന്നുണ്ടെങ്കിൽ മാത്രം ഇതിടുക. പിന്നെ ഇങ്ങനെ ഇടുന്നതും നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ട് ഒരിക്കലും ഇടരുത്. ഞാൻ മറന്നു പോകുന്നത് കൊണ്ടാട്ടോ. നമ്മളെപ്പോഴും ഈ ഒരു ഹെയർ എടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് വേണം ബാക്കിലോട്ട് ആക്കാൻ, അല്ലെങ്കിൽ കുളവാകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ അതുപോലെ തന്നെ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ ഇപ്പോൾ ഞാൻ ഹെയർ എടുത്തപ്പോൾ തന്നെ കുറച്ച് ഹെയർ ഫ്രണ്ടിലോട്ട് ഇട്ട് കേട്ടോ. പിന്നെ എനിക്കിവിടെ കുറച്ച് ഇങ്ങനെ ഹെയർ ഇല്ല, എന്നാലും എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടമായതുകൊണ്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഇവിടെയും ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതൊക്കെ എത്ര നേരത്തേക്കാണെന്ന് അറിയൂ ഗൈസ്. ബസ്സിൽ അവിടെ എത്തുമ്പോഴേക്കും പറന്ന് 2 വഴിയാവും. എങ്കിലും വൃത്തിയായിട്ട് ഇറങ്ങുകയാണെന്നുള്ള നമ്മുടെ കടമയായതുകൊണ്ട് വൃത്തിയായിട്ട് ഇറങ്ങുന്നു. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ സെറ്റായിട്ടിരിക്കാൻ ഈ ഒരു പൗഡർ കൊള്ളാം കേട്ടോ. കാരണം ഭയങ്കര ഫിക്സ് ആയിട്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് കൊള്ളാം. ഇനിയപ്പോൾ ചെയ്യാനുള്ളത്, ഐബ്രോസ് ഞാൻ എന്നും രാത്രി കിടക്കാൻ നേരം നല്ലതുപോലെ കട്ടിക്ക് വരച്ച്, അതായത് എൻ്റെ ഈ ഒരു ഐബ്രോസിൻ്റെ ഷേപ്പിന് തന്നെ വരച്ച് സെറ്റായിട്ടായിരിക്കും ഞാൻ കിടന്നുറങ്ങുന്നത്. രാവിലെ ആകുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ഡാർക്കായിട്ടിരിക്കും. എൻ്റെ സത്യം പറഞ്ഞാൽ ഇത്രയും ഡാർക്ക്നെസ് പോലും ഇല്ലായിരുന്നു ഞാൻ എന്നും രാത്രി ഇങ്ങനെ എഴുതിയിട്ട് കിടക്കുന്നത് കൊണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഡാർക്കായിട്ട് വന്നിട്ടുള്ളത്. നല്ല വെളുത്ത് ഭയങ്കര വിസിബിളായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഭയങ്കര വെളുത്ത് ഒരു ഐബ്രോസേ അല്ലാത്തൊരു ഐബ്രോസ് ആയിരുന്നു എൻ്റെത്. ഞാൻ ഒരു വിധത്തിലാണ് കേട്ടോ ഇങ്ങനെയെങ്കിലും ആക്കിയത്. രാത്രി എന്നും യൂസ് ചെയ്താൽ മതി, ഇങ്ങനെ കരി നല്ലതുപോലെ യൂസ് ചെയ്താൽ മതി നമ്മുടെ ഈ ഒരു ഐബ്രോസിൻ്റെ ഷേപ്പിന് തന്നെ. അപ്പോൾ രാവിലെ മുഖമൊക്കെ കഴുകി കഴിയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ ഇതൊക്കെ പോയിട്ട് അത്യാവശ്യം ആവശ്യമുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇനി അപ്പോൾ നമുക്ക് കണ്ണെഴുതാം. ഈ ഒരു കാജലാട്ടോ 24 hours സ്റ്റേ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒറ്റ ഒരു ഇതിന് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സ്മഡ്ജായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മെല്ലെ ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. അത്യാവശ്യം പടർന്നോളും. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ കണ്ണാടി കണ്ടോ, ഈ കണ്ണാടി എൻ്റെ ഫ്രണ്ടിൻ്റെ ആട്ടോ. ഇത് ഇന്നലെ ബാഗിൽ പെട്ടുപോയതാണ്. എന്തായാലും ഞാൻ എഴുതട്ടെ. ഇതാണ് ഞാൻ ക്ലാസ്സിൽ എപ്പോഴും ഞങ്ങൾ കണ്ണാടി നോക്കുന്നത്. ഈ ഒരു കണ്ണാടി കേട്ടോ, കുഞ്ഞു മിററാ. ഇതപ്പോൾ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐലൈനർ ആട്ടോ. ഇത് വൈകുന്നേരം വരെ ഇങ്ങനെയും കാണും. ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻ, അതായത് വൈകുന്നേരം വരെ ലാസ്റ്റ് ചെയ്യണമെന്നുള്ള ഫംഗ്ഷനൊക്കെ ഞാൻ ഈ ഒരു ഐലൈനർ ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ ഐലൈനർ എഴുതി മസ്കാര ഒന്നും ഇടുന്നില്ല കേട്ടോ, കാരണം പിന്നെ ഫുള്ളാകും. അതൊന്നും വേണ്ട. ജസ്റ്റ് വേണേൽ ഒന്ന് ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഐലൈനർ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഹെയർ ഒന്ന് കെട്ടിയിട്ട് ആക്സസറീസ് ഒക്കെ ഒന്ന് ഇടണം. ജസ്റ്റ് ഒന്ന് പോണിറ്റെയിൽ കെട്ടുകയാണ്. തട്ടം ഇടുന്നവർ എപ്പോഴും പുട്ടപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ പുട്ടപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്ലിപ്പ് കുത്തുമ്പോൾ കുറച്ചുകൂടി ഷോൾ നല്ല ബാക്കിൽ നല്ല ഇതായിട്ടിരിക്കും. ശരിക്കും ഞാൻ ഇന്ന് നേരത്തെ റെഡിയായി. എനിക്കിനി 1 മണിക്കൂർ ബാക്കിയുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്തൊക്കെ പറഞ്ഞാലും വ്ളോഗ് എടുക്കുന്ന ടൈം ഒരു തെരച്ചിലും അങ്ങനെയൊക്കെ കാണും. അല്ല, ഇനി സമയമുണ്ട്. എനിക്കിനി ഫുഡ് കഴിക്കണം, ജസ്റ്റ് ബുക്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അവിടെ ചെല്ലുമ്പോഴേക്കും കറക്റ്റ്, കുഴപ്പമില്ല.
നമ്മളെന്തായാലും ലേറ്റ് ആകാൻ പാടില്ലല്ലോ. കാരണം ഇവിടുന്ന് എനിക്ക് ഒറ്റ ഡയറക്റ്റ് ബസ്സേ ഉള്ളൂ. ആ ബസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ബസ് ഇറങ്ങി വേറൊരു ബസ് കയറി എത്തുമ്പോഴേക്കും പ്രെയറൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ടായിരിക്കും ചെല്ലുന്നത്. അതിലും ബെറ്റർ നേരത്തെ എണീറ്റ് പോകുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് എൻ്റെ ലിപ് ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡാട്ടോ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് ഡയറക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്തില്ല, ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഈ ഒരു സ്റ്റഡാട്ടോ, സിമ്പിൾ. പിന്നെ ഒരു വാച്ചും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. എത്ര കട്ട് ചെയ്തിട്ടാണെന്ന് അറിയോ എൻ്റെ ഈ ഒരു കൈ അളവിലാക്കിയത്. എനിക്കൊന്നും സത്യം പറഞ്ഞാൽ വാച്ച് ചേരത്തില്ല, പക്ഷെ എനിക്ക് വാച്ച് ഇടാൻ ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല ലൂസാട്ടോ. ഇത്രയ്ക്ക് വണ്ണം കൊള്ളാം. ഓക്കെ, ഈ ഒരു വാച്ച് ഇട്ടു, സ്റ്റഡ് ഇട്ടു. പിന്നെ മാല ഓൾറെഡി എനിക്ക് ഒരെണ്ണമുണ്ട്, അത് തന്നെയാണ്. വേറെ ആക്സസറീസ് ഒന്നുമില്ല. സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ എന്തായാലും കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ ഞാൻ പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു വ്ളോഗാണ് എൻ്റെ ഈ ഒരു റൂം ടൂർ. ഇതിപ്പോൾ എൻ്റെ റൂമാണ്. ഈ ഒരു റൂം ടൂർ ഞാൻ എൻ്റെ +2 എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂം ടൂർ ഇടാമെന്ന് പറഞ്ഞ് വാക്ക് എന്നൊരാളാണ്. പക്ഷെ എനിക്ക് ഇതുവരെ ഇടാൻ പറ്റിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ വെക്കേഷൻ ഒന്നും കറക്റ്റ് കിട്ടിയില്ല കേട്ടോ. വെക്കേഷൻ കിട്ടിയോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം തിരക്ക് തന്നെയായിരുന്നു എനിക്ക്. ഞാൻ ഓരോന്നുമായിട്ട് ഇങ്ങനെ തിരക്കായിട്ട് തന്നെ നിൽക്കായിരുന്നു. ബ്രൈഡൽ കോഴ്സ് പഠിക്കാൻ പോയി, അങ്ങനെ കുറേ ഇതായതുകൊണ്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ എടുക്കും. ഞാൻ വ്ളോഗ് നിങ്ങൾക്ക് എന്തായാലും എൻ്റെ റൂം ടൂർ ഞാൻ കാണിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഒരുങ്ങിയത് ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഒരുങ്ങി, കുഴപ്പമൊന്നുമില്ല. ഇനി അപ്പോൾ എനിക്ക് പോകണം. ഞാൻ ഇനി അവിടെ ചെന്നിട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ക്ലിപ്പും കൂടി ആഡ് ചെയ്യാം. അവർ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്നതും ഞാനും ഫുൾ കണ്ടില്ലല്ലോ, ടോപ്പൊക്കെ കണ്ടില്ലല്ലോ. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്ത് ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.